ഉഞ്ചാൻ ഉഞ്ചാൻ ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സ്വാസിലാൻഡിലാണ്. മൊസാംബിക്കിൻ്റെ തൊട്ട രാജ്യം, ഒരു ചെറിയ രാജ്യമാണ്, രാജഭരണ പ്രദേശമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താ അറിയോ, ഉഞ്ചാൻ. ഇവിടുത്തെ ഭാഷയിൽ, സ്വാസിലാൻഡിലെ ഭാഷയിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന ആണ്. അതിന് ഉത്തരം പറയേണ്ട, അതിന് മറുപടി പറയാ. ഫൈൻ എന്ന് പറയുന്നത് നയപ്പീല. അപ്പോൾ നമ്മൾ പഠിച്ചു. ഇന്നലെ നമ്മൾ ഹോട്ടലിൽ രാത്രി എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ രാജ്യത്ത് കൂടുതൽ ഭാഷ ഇംഗ്ലീഷാണ് മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സിസ്വാത്തി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജും ഉണ്ട്. ഇംഗ്ലീഷാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചെറിയൊരു രാജ്യമാണ്, രാജഭരണ പ്രദേശമുള്ള ചെറിയൊരു രാജ്യമാണ്. ഏകദേശം 1.23 മില്യൺ പോപ്പുലേഷനാണ് ഉള്ളത് ഈ രാജ്യത്ത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ശരിക്കും മപ്പൂട്ടോ ടൗണിൽ നിന്ന് 85-90 കിലോമീറ്ററാണ് ബോർഡറിലേക്കുള്ളത്. ബാഗ ബോർഡറാണ്. നമ്മൾ ആ ബോർഡർ വഴിയാണ് കട്ട് ചെയ്ത് വന്നത്. ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി തബാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ബോർഡർ ക്രോസ് ചെയ്തു. ഒരു 20 കിലോമീറ്റർ ഏകദേശം വന്നിട്ട് സിറ്റിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അവിടെ ഉള്ളൊരു ഹോട്ടലാണ്. ആ ഹോട്ടലാണ് ഇന്നലെ ഞങ്ങൾ റൂം എടുത്തത്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പഴയ ഹട്ട്സ് പോലത്തെ ചെറിയ ഇതുണ്ട്. ഇത് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇന്നലെ അന്വേഷിച്ചു, പക്ഷെ അത് വർക്കിംഗ് അല്ല പറഞ്ഞു. ബക്സ്വുഡ് ഹിൽ ടോപ്പ് ഹോട്ടൽ. വലിയ എക്സ്പെൻസീവ് ഒന്നല്ല, ഏകദേശം ഒരു ഇവിടുത്തെ 552 സ്വാസിലാൻഡ് മണി, അതായത് നമ്മൾ ഈ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ $40-50 മാക്സിമം വരുന്നുണ്ട്. ചെറിയ റൂമുകളുണ്ട്, ഉള്ളിലൊക്കെ വേറെ റൂമുകളുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഒരെണ്ണം, ആ സ്റ്റേബിൾ 5 എന്ന് എഴുതിയത്. പിന്നെ അപ്പുറത്ത് സ്റ്റേബിൾ 3 2 റൂം എടുത്തു. ഇതാണ് റിസപ്ഷൻ. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഓക്കെ. Where is the guy yesterday we are attending the he's coming now inside your room, but up there in the lodges. Okay. Thank you. You want to see one of them? No, we want to check out. You want to check out? Right. Okay, thank you. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ, ബക്സ്വുഡ് ഹിൽ ടോപ്പ്. ഇതിൻ്റെ റിസപ്ഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസ് ആണിത്. ഇത് നമ്മൾ അഫ്സൽ. ഈ ഹോട്ടലാണ് ഞങ്ങൾ ഇന്നലെ തങ്ങിയത്. നല്ല ഹോട്ടലാണ്. ബക്സ്വുഡ് എന്ന് പറഞ്ഞാൽ, ബക്സ്വുഡ് ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. നല്ല രസകരമായ കാഴ്ചകൾ ഈ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല തണുപ്പാണ് ഇവിടെ. നല്ല തണുപ്പ് വെച്ചാൽ ഇന്നലെ മപ്പൂട്ടയിൽ വിട്ട് അതിനേക്കാൾ കൂടുതൽ തണുപ്പൂടെ അനുഭവപ്പെടുന്നത്. നല്ലൊരു തണുപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട്, നല്ല നയനമനോഹരമായിട്ട് ഒരു ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഒരു മണിയുണ്ട്, ഈ സ്വാസിലാൻഡിൻ്റെ മണി. ശരിക്കും സ്വാസിലാൻഡ് അല്ല, യശ്വന്തിനി എന്ന പേര് മാറിയിട്ടുണ്ട് ഈ രാജ്യം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് യശ്വന്തിനി മൂന്നാമത്തെ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ ഹോട്ടലിലും ഇവിടെയൊക്കെ പോയപ്പോൾ കണ്ടു, എല്ലായിടത്തും കൂടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. യശ്വന്തിനി മൂന്നാമൻ. ഈ രാജ്യത്തെക്കുറിച്ച് കുറച്ച് മുന്നേ, ഒരു 4-5 വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ രാജ്യത്തേക്ക് എത്താൻ പറ്റി, അൽഹംദുലില്ലാ. അപ്പോൾ ഈ രാജ്യത്ത് ഇന്ന് മുഴുവൻ നമ്മളിവിടെ കറങ്ങാണ്. ക്യാപിറ്റലൊക്കെ സിറ്റിയൊക്കെ കറങ്ങി ഇന്ന് വൈകിട്ട് നമ്മൾ തിരിച്ച് മപ്പൂട്ടയിലേക്ക് പോകും. മപ്പൂട്ട സിറ്റിയിലേക്ക് പോകും. മപ്പൂട്ടയിൽ താമസിക്കുന്ന മലയാളികൾ ഒരുപാട്, എല്ലാവരും ഇന്ത്യക്കാരൊക്കെ ഈ രാജ്യത്ത് വരാറുണ്ട്. കാരണം അടുത്തായതുകൊണ്ട്. അതുപോലെ വിസക്കൊന്നും വലിയ പ്രൊസീജിയറും ഇല്ല. ഏകദേശം ഇവിടുത്തെ മെറ്റിക്കേഷൻ 400 മെറ്റിക്കേഷൻ 80 റാൻഡാണ് ഒരു മാസത്തെ വിസക്ക് നമുക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ചാർജ് കൊടുക്കുമ്പോൾ അധികം പ്രൊസീജിയറൊന്നുമില്ല. നമ്മളെ പാസ്പോർട്ടും ഇവിടുത്തെ വിസയും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഹോട്ടൽ ബുക്കിംഗ്, ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സ്വാസിലാൻഡ് എംബസിയിൽ നിന്ന്, മപ്പൂട്ടോയിലുള്ള സ്വാസിലാൻഡ് എംബസിയിൽ നിന്ന് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടും. അപ്പോൾ മൊസാംബിക്കിൽ വരുന്നവരും അതുപോലെ ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരൊക്കെ ഈ രാജ്യം ഒന്ന് കറങ്ങുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയ രാജ്യം, അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയിലൂടെ കറങ്ങി പോവാം. സൂപ്പറാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സ്വാസിലാൻഡിനെ കുറിച്ച്, യശ്വന്തിനി എന്ന് പുതിയ പേര് സ്വീകരിച്ച സ്വാസിലാൻഡിനെ കുറിച്ച് ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വരൂ, കമോൺ. Could not reach the right ear. It means that you are less than 6 years old, so you continue. In my home we are all boys and I happen to be the last one and I am a boy, so my father named Miss Pio, meaning gift of boys.
So we'll be visiting around the home just to see how a ഞങ്ങൾ പോയ കൾച്ചറൽ വില്ലേജിലെ ഡാൻസ് പ്രോഗ്രാമിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഗൈഡ്. ഈ കൾച്ചറൽ വില്ലേജിൻ്റെ ഫുൾ ഹിസ്റ്ററി, സ്വാസിലാൻഡിൻ്റെ ഫുൾ ഹിസ്റ്ററിയും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വെൽക്കം. ഇതാ കൾച്ചറൽ വില്ലേജിലുള്ള മറ്റൊരു ഹട്ടാണ് ഗൈഡ് ഹോസ്പിറ്റലിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഹട്ട്. How are you? Fine. I'm good. Okay. My name is Dumisani. Okay. I am the medicine man. Okay. We predict the future for you. Minor sicknesses, also minor problems. You can meet around as you travel. Okay. Using bones. The bones are from wild animals, domestic animals. Okay. Some are shells. When we go outside the country to work for the ancestors, we have to bring back the shells to import. സ്വാസിലാൻഡ് സന്ദർശനത്തിൻ്റെ ആദ്യ എപ്പിസോഡ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും കൂടുതൽ സ്വാസിലാൻഡിനെ കുറിച്ച് അറിയാൻ ഒരുപാട് വീഡിയോസ് ബാക്കിയുണ്ട്, അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തും. തുടർന്ന് സ്വാസിലാൻഡിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് വരാം. നന്ദി, നമസ്കാരം.